നമസ്തേ, ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മന്ത്രജപങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് എന്നാണ്. മന്ത്രം ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഋഷിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരുപാട് സാങ്കേതിക കാര്യങ്ങളുണ്ടാവും. അതിന് ഉപാംശുവായിട്ട് ജപിക്കണോ, അല്ലെങ്കിൽ മാനസികമായി ജപിക്കണോ, മാനസമായി ജപിക്കണോ, ആ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പതഞ്ജലി യോഗദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത് തജ്ജപസ്തദർത്ഥഭാവനം എന്നാണ്. അർത്ഥഭാവനയോട് കൂടി ജപിക്കണം എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടി ശ്രദ്ധാപ്രദ ശ്രദ്ധാമയ ഓം എന്ന് പറഞ്ഞൊരു മന്ത്രം ചൊല്ലി. അപ്പോൾ ശ്രദ്ധാപ്രദ ശ്രദ്ധാമയ ഓം, ശ്രദ്ധാപ്രദനാണ്, ശ്രദ്ധയെ പ്രദാനം ചെയ്യുന്നയാളാണ്. അതേസമയം ശ്രദ്ധയുടെ സ്വരൂപവുമാണ് ഓംകാരം എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തെ അറിഞ്ഞ് തജ്ജപസ്തദർത്ഥഭാവനം. അപ്പോൾ ഈശ്വരൻ്റെ പേര് ആണ് തസ്യവാചക പ്രണവ. ഈശ്വരൻ്റെ പേര് ഓംകാരമാണ്. തജ്ജപസ്തദർത്ഥഭാവനം, അർത്ഥഭാവനയോടുകൂടി അത് ജപിക്കണം. അപ്പോൾ അർത്ഥഭാവന എന്താണ്? ശ്രദ്ധാപ്രദ ശ്രദ്ധാമയ, അത് അർത്ഥഭാവനയാണ്. അത് കഴിഞ്ഞ് അത് തസ്യവാചക പ്രണവ, ആ ഈശ്വരൻ്റെ നാമം ഓംകാരമാണ്, ഓം എന്ന് ജപിക്കുന്നു. അപ്പോൾ ശ്രദ്ധാപ്രദ ശ്രദ്ധാമയ ഓം ഇങ്ങനെ ജപിക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ ഭഗവാൻ ശ്രദ്ധയുടെ സ്വരൂപമാണ്. എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, എനിക്ക് ശ്രദ്ധയുടെ ശക്തിയില്ല എന്ന് നിരന്തരം ചിന്തിക്കുന്ന ഒരാൾക്ക് തീരെ ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ ഈ മന്ത്രം ജപിച്ച് വരുന്ന സമയത്ത് ശ്രദ്ധാപ്രദനായ ശ്രദ്ധാമയനായ പരമേശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അർത്ഥബോധമുണ്ടാവുകയും അങ്ങനെ ജപം നമ്മളെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിനും കാരണമാകുകയും ചെയ്യും. കാരണം നമ്മുടെ ഉള്ളിലപ്പോൾ ശ്രദ്ധ ഉണ്ടാകാൻ തുടങ്ങും, നമ്മുടെ താല്പര്യം മാറാൻ തുടങ്ങും. ഇതാണ് സാധനയിൽ നമ്മൾ മന്ത്രം ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും ഗംഭീരമായ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ശരിയായി ഉപയോഗിക്കാം. ഇപ്പം നമ്മളെ ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും ഒരുപോലെ ശ്രദ്ധ ഉണ്ടാവാൻ അത് സഹായിക്കും. ഇതെപ്പോഴും ഓർക്കുക, ഈശ്വരൻ്റെ പേരാണ് തസ്യവാചക പ്രണവ, ഈശ്വരൻ്റെ പേരാണ് ഓംകാരം. തജ്ജപസ്തദ് അർത്ഥഭാവനം, അർത്ഥഭാവനയോടുകൂടി അത് ജപിക്കുക. അപ്പോൾ അർത്ഥഭാവനയോട് കൂടി ജപിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഫലം ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.